ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ദീപു എസ്. നവരാത്രിയുടെ ആദ്യ ദിനമായ നാളെ ആരംഭിക്കുന്ന GST ബജറ്റ് ഉത്സവ് രാജ്യത്തെ സാധാരണക്കാർക്ക് ഏറെ പ്രയോജനം ചെയ്യുന്നതാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യവികസനത്തിന്റെ ഒരു പുതുചരിത്രത്തിന് തുടക്കം കുറിക്കുന്നതാണ് പുതിയ GST പരിഷ്കരണമെന്നും രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യവേ അദ്ദേഹം പറഞ്ഞു. വിവിധങ്ങളായ നികുതി വ്യവസ്ഥയിൽ കുടുങ്ങിയ ജനങ്ങൾ ഏറെ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു. എന്നാൽ പുതിയ GST പരിഷ്കരണത്തിലൂടെ എല്ലാവരുടെയും ആശങ്കകൾക്ക് പരിഹാരം വന്നിരിക്കുന്നതായും ഭാവിയിൽ GST പരിഷ്കരണങ്ങൾക്ക് തുടർച്ചയുണ്ടാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. നമ്മുടെ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന മെയ്ഡ് ഇൻ ഇന്ത്യ വസ്തുക്കൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിലായിരിക്കണം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വം. അതിലൂടെ രാജ്യത്തെ ഓരോ പ്രദേശവും വികസിക്കുകയും വികസിത ഭാരതം എന്ന സങ്കല്പം സാർത്ഥകമാകുകയും ചെയ്യുമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും നവരാത്രി ആശംസകളും നേർന്നു. പുതുക്കിയ GST നിരക്ക് പ്രാബല്യത്തിൽ വരുന്നതോടെ മിൽമ പാലുൽപ്പന്നങ്ങൾക്കും വില കുറയും. വിലക്കുറവ് പ്രാബല്യത്തിൽ വരുമ്പോൾ നെയ്യ്, വെണ്ണ, പനീർ എന്നിവയുടെ വിലയിൽ 7% കുറവ് വരും. ഐസ്ക്രീമിന് 13% വരെ വിലക്കുറവ് ഉണ്ടാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ അരുണാചൽ പ്രദേശും ത്രിപുരയും സന്ദർശിക്കും. സന്ദർശന വേളയിൽ 5100 കോടി രൂപയിലധികം വരുന്ന ഒന്നിലധികം വികസന പദ്ധതികൾ ശ്രീ മോദി ഉദ്ഘാടനം ചെയ്യും. ഇറ്റാനഗറിൽ പൊതുസമ്മേളനത്തെയും അഭിസംബോധന ചെയ്യും. സേവാ പക്വാഡയുടെ ഭാഗമായി യുവജനകാര്യ മന്ത്രാലയവും മൈ ഭാരതും വികസിത ഭാരതത്തിനായി ലഹരിമുക്ത യുവത ഉച്ചകോടി സംഘടിപ്പിച്ചു. രാജ്യത്തെ 2000-ലധികം സ്ഥലങ്ങളിൽ നടന്ന യുവജന ഉച്ചകോടിയിലും മറ്റ് പ്രവർത്തനങ്ങളിലും ആയിരക്കണക്കിന് യുവാക്കൾ ലഹരിമുക്ത പ്രതിജ്ഞയും സ്വദേശി ഭാരത പ്രതിജ്ഞയും എടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 75ാം ജന്മദിനത്തോടനുബന്ധിച്ച് സെപ്റ്റംബർ 17 മുതൽ ഒക്ടോബർ 2 വരെയാണ് യുവജനകാര്യ കായിക മന്ത്രാലയം സേവാ പക്വാഡ ആചരിക്കുന്നത്. മലയാള സിനിമയ്ക്കും മലയാളി പ്രേക്ഷകർക്കും മലയാളത്തെ സ്നേഹിക്കുന്നവർക്കുമായി ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം സമർപ്പിക്കുന്നതായി നടൻ മോഹൻലാൽ. ഫാൽക്കെ അവാർഡ് ലഭിച്ചതിന് ശേഷം കൊച്ചിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുരസ്കാര നേട്ടത്തിൽ കേന്ദ്ര സർക്കാരിനും ജൂറിക്കും എല്ലാ സഹപ്രവർത്തകർക്കും അദ്ദേഹം നന്ദി അറിയിച്ചു. മറ്റന്നാൾ നടക്കുന്ന 71ാമത് ദേശീയ ചലച്ചിത്ര അവാർഡ് ദാന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. ശ്രീ മോഹൻലാലിന് ലഭിച്ച പുരസ്കാരം മലയാള സിനിമയ്ക്ക് ലഭിച്ച അംഗീകാരമാണെന്ന് സംവിധായകൻ ശ്രീ VM വിനു ആകാശവാണി വാർത്തകളോട്. ശ്രീ മോഹൻലാൽ എന്ന നടന്ന വിസ്മയത്തിന് രാജ്യത്തെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചു എന്നറിയുന്നതിൽ എനിക്കേറെ സന്തോഷമുണ്ട്. ഇത് മലയാള സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്ന ഒരു അംഗീകാരമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. വർഷങ്ങളേറെയായി ഓരോ മലയാളിയെയും ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും കരയിപ്പിക്കുകയും ആഹ്ലാദിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മഹാനടനാണ് ശ്രീ മോഹൻലാൽ. ഒരു കഥാപാത്രങ്ങളിൽ നിന്നും മറ്റൊരു കഥാപാത്രത്തിലുള്ള അദ്ദേഹത്തിന്റെ പരകായ പ്രവേശം ഓരോ പ്രേക്ഷകനും അനുഭവിച്ചറിഞ്ഞതാണ്. ശബരിമല സന്നിധാനത്തെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പൂശിയ പാളികൾ അറ്റകുറ്റപ്പണികൾക്ക് ശേഷം തിരികെ എത്തിച്ചു. ഇന്ന് പുലർച്ചെയാണ് സ്വർണം പൂശിയ പാളികൾ സന്നിധാനത്ത് എത്തിച്ചത്. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനത്തിലാണ് അറ്റകുറ്റപ്പണികൾ നടത്തിയത്. സെപ്റ്റംബർ 8 അറ്റകുറ്റപ്പണികൾക്കായി സ്വർണം പൂശിയ പാളികൾ ചെന്നൈയിലെ സ്ഥാപനത്തിലേക്ക് കൊണ്ടുപോയത്. ബ്രിട്ടൻ, കാനഡ, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങൾ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ പാലസ്തീനെ ഔദ്യോഗികമായി അംഗീകരിച്ചു. 140-ലധികം രാജ്യങ്ങളാണ് ഇതുവരെ പാലസ്തീന് അംഗീകാരം നൽകിയത്. പാലസ്തീൻ പ്രശ്നത്തിന് സമാധാനപരമായ പരിഹാരം കാണാൻ നാളെ നടക്കാനിരിക്കുന്ന ഉന്നതതല UN അന്താരാഷ്ട്ര സമ്മേളനത്തിന് മുന്നോടിയായാണ് തീരുമാനം. ഗാസ മുനമ്പിലെ ഇസ്രായേൽ ഹമാസ് സംഘർഷം അനുദിനം രൂക്ഷമാകുകയാണ്. ഏഷ്യ കപ്പ് T20 ക്രിക്കറ്റിലെ സൂപ്പർ 4 മത്സരത്തിൽ പാകിസ്ഥാനെതിരെ ടോസ് നേടിയ ഇന്ത്യ ബൌളിംഗ് തെരഞ്ഞെടുത്തു. 4 ഓവർ പിന്നിടുമ്പോൾ 1 വിക്കറ്റ് നഷ്ടത്തിൽ പാകിസ്ഥാൻ 36 റൺസ് നേടി. ദുബായിൽ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് മത്സരം. നവരാത്രി പൂജയ്ക്കായി പത്മനാഭപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള നവരാത്രി വിഗ്രഹ ഘോഷയാത്രയ്ക്ക് സംസ്ഥാന അതിർത്തിയായ കളിയിക്കാവിളയിൽ ആചാരപരമായ സ്വീകരണം. കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കർ, പാറശാല MLA CK ഹരീന്ദ്രൻ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് എന്നിവർ ചേർന്ന് ഘോഷയാത്രയെ സംസ്ഥാനത്തേക്ക് സ്വീകരിച്ചു. നാളെ വൈകുന്നേരം വിഗ്രഹ ഘോഷയാത്ര തിരുവനന്തപുരം നഗരത്തിൽ എത്തിച്ചേരും. ശ്രീനാരായണ ഗുരുവിൻ്റെ 98ാം സമാധി ദിനാചരണം തിരുവനന്തപുരത്ത് നടന്നു. ശിവഗിരി മഹാസമാധിയിലും ചെമ്പഴന്തി ഗുരുകുലത്തിലും അരുവിപ്പുറത്തും ഗുരുദേവ ക്ഷേത്രങ്ങളിലും വിവിധ പരിപാടികൾ നടന്നു. പ്രശസ്ത സിനിമാ കലാ സംവിധായകൻ മക്കട ദേവദാസ് കോഴിക്കോട് അന്തരിച്ചു. 78 വയസ്സായിരുന്നു. പ്രേം പൂജാരി, തിങ്കളാഴ്ച നല്ല ദിവസം, വധു ഡോക്ടറാണ്, സുവർണ സിംഹാസനം തുടങ്ങിയ 100ഓളം സിനിമയ്ക്ക് കലാസംവിധാനമൊരുക്കി. സുൽത്താൻ വീടിന് സംസ്ഥാന ടെലിവിഷൻ അവാർഡ് ലഭിച്ചു. മങ്കയാണ് അവസാനം ചെയ്ത ഹ്രസ്വചിത്രം. ഇടുക്കി രാജകുമാരി പന്നിയാർ ജംഗ്ഷനിൽ ഉണ്ടായ വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു. കുരുവിള സിറ്റി സ്വദേശി ബിനുമോനാണ് മരിച്ചത്. ഒരാളിന് പരിക്കേറ്റു. ഇരുചക്ര വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടം നടന്നത്. വൈകിട്ടാണ് അപകടം നടന്നത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.